നീ സ്വപ്നം കണ്ടതാ. ആരും വെടിവെച്ചാലാ ടയറിന്റെ വെടി തീർന്നതാ. പെട്ടെന്ന് ടയർ മാറ്റിയിടാൻ നോക്കും. ഇനി പഞ്ചർ ഒട്ടിക്കുന്ന കാശ് ഞാൻ ഏത് കണക്കിൽ അതൊക്കെ പിന്നെ ആലോചിക്കാം. ഒരു ചായ കുടിച്ചാലോ? ആ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് കണി കണ്ടത്? ചെറുത്താൻ കാശും ഭയുടെ ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു. ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ, ഇതിപ്പോ നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല. വെളുപ്പാങ്കാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര അത് കണ്ടോ? സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. ഏതാടാ നീയൊക്കെ? ഇവളേതാ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്? കേരള വണ്ടിയിലെ സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ. പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. കേരള വണ്ടിയില് ഇനി ഉള്ള സത്യം പറയാമല്ലോ, ഞങ്ങള് ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി അതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ SI മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ. കലാദർശന. കലാദർശന എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു. അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു. എന്താ സാർ? വേണ്ട. ഇതേപോലൊരു കേസ് സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പിറപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്. മുമ്പൊരിക്കലേ CA സാർ ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കും. പൊക്കാൻ അയാള് ഭയങ്കര മിടുക്കനാ. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കൊന്ന് പരിശോധിക്കണം. ശരി സാർ. സാറേ, അത് വേണോ? ഇത് വേണടാ. വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? ഒന്ന് 2 ആലോചന വന്നതാ. പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ട. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാരും സാറേ, തങ്കമ്മ സാറിന് കൊറോണ. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ അക്ഷരം വേണ്ടി പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ? പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ, പിടിക്കണോ? കുറച്ച് വെള്ളം തങ്കു പറ മോളെ, നിനക്ക് എന്ത് പറ്റി? അവൻ നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ? ആണോ മോളെ? ഹലോ ഹലോ ഹലോ. മനുഷ്യനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഇത് കണ്ടോ? എന്ത്? ഈ പത്രം കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ.
ഈ ഓട്ടം ഞാൻ കോമൺവെൽത്തിൽ ഓടുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ജിമ്മി 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 മനോജ് ശല്യമായല്ലോ. എന്താണ് ഇത്? നിനക്ക് ഉറക്കമില്ലെന്ന് വെച്ചാൽ ഞാൻ വെളുപ്പിനെ വന്ന് കിടന്ന് ഉറങ്ങിയതാ. ഇനി ആരും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോണില്ല. ദാ ഇത് കണ്ടോ? ഏത് ഓ ഇതാണോ കാര്യം? അവൻ ചാകട്ടടാ, ഇവനൊക്കെ ചാകേണ്ടവനാ. എടാ അതൊന്നും അല്ല വിഷയം. കാസിം ബായുടെ കൊലപാതകത്തിൽ കലാദർശനക്കാരൻ സംശയമുണ്ടെന്ന്. താടിക്ക് തീ പിടിക്കുമ്പോഴാ ഇവിടെ മറ്റുള്ളവന്റെ മനസ്സ് പോവുകയാ. പണ്ടേ അവനെയൊക്കെ തട്ടേണ്ടതായിരുന്നു, വൈകിപ്പോയി. മതി മതി, തീർന്നു തീർന്നു. ഇവിടെ പഠിക്കലും വേണ്ട പഠിപ്പിക്കലും വേണ്ട, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. നാളത്തെ പ്രോഗ്രാമിൽ ഒരു 5 ജോഡി ചെലങ്കൂടി വാങ്ങിച്ചു. ചെലങ്ക ഒടുക്കത്തൊരു ചെലങ്ക. എന്തിനാണ് ചെലങ്ക? നീ മൊബൈലിൽ കൂടെ ആൾക്കാരോട് കൊഞ്ചി കുഴയല്ലേ? തബലയ്ക്ക് ചോറ്? എന്റെ ചോറ് പോയിട്ടാ നിക്കണേ, പിന്നെയാണ് തബലയ്ക്ക് ചോറ്. ആ നീ ഇങ്ങോട്ട് വരിക, നിന്നെ ഞാൻ കളഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനും. ആ എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? എന്തത് ഇടിവെട്ടുണ്ടാ? എവിടുന്ന് ഈ ശബ്ദം കേക്കണേ? ആ അത് ശരി. ഓഹോ ആ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം കേട്ടാ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഇനി നീ വരില്ല എന്റെ അടുത്ത്. ഇതെവിടേക്ക് ഈ പോണു? അത് ശരി. അപ്പൊ തവല ഡക്കനെ കല്യാണം കഴിച്ച അന്നപ്പ അത് നിന്നെ ഞാനേ ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല. എല്ലാവരും ഇറങ്ങിക്കോട്ടോ. ഇത് എവിടെങ്കിലും കൊണ്ട് ഞാൻ ഒന്ന് കുളിച്ചു. അച്ഛോ സമാധാനായി. അച്ചോ എന്താ നിന്റെ പേര്? ഞാൻ അച്ഛന്റെ ഷിറ്റിയല്ലേ. ഇത് നമ്മുടെ ഓഫീസ് ദർശന. അച്ഛോ എന്തു പറ്റി അച്ഛോ? ഞാൻ ചത്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ. മതിയല്ലോ. നിങ്ങൾ കാസിംബായും തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടിച്ചാവും. അതാ നല്ലത്. അച്ഛന്റെ മുഖത്തിനെ നേരത്തെ തന്നെ ക്യാമറ വീശില്ല. ഇവന് വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ഛോ? കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ? കൊച്ചു വെളുപ്പാൻ കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവ്വടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ട് രസിക്കാനാ? ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളു. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? കുംഭം 16 വെളുപ്പിനെ 6:30 മണിക്കാണ് എന്റെ ജനനം. ഓ, ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി. ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ. ഇല്ല ഇല്ല, ഞങ്ങളെ കാസിംബായെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ കാസിംബായെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല സാറേ, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല. സാറേ, ഞങ്ങളെ കാസിംബായെ കൊന്നത് ആരായിരുന്നാലും ആ നമുക്കിനെ വെറുതെ വിടരുത്. കൊന്നവൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. മാറിക്കണം സാറേ, കളി ഞങ്ങൾ രാഷ്ട്രീയ തടവോട് വേണ്ട സാറേ. ഭായിയുടെ ചോദിക്ക് ഞങ്ങൾ പലരും ചോദിക്കും. പകരം പിന്നെ ചോദിക്കും. അങ്ങോട്ട് കത്താല് ഇവനെ പോലുള്ളൊരു സ്വൈര്യം തരൂലേ.